ഇത്രയും പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സിന് മുന്നിൽ നിൽക്കാൻ എനിക്ക് ശക്തി തന്ന, അല്ലെങ്കിൽ എന്നെ പ്രാപ്തനാക്കിയ അക്ഷരങ്ങളുടെ അമ്മയ്ക്ക്, വാഗ്ദേവതയ്ക്ക്, കൊല്ലൂരിലെ എൻ്റെ അമ്മയ്ക്ക് ശതകോടി പ്രണാമം. ഇത് വിനീത് പറഞ്ഞ പോലെ ഈ 5 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത് വളരെ ചെറിയ ഒരു, എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഞാൻ വിനീതിനോട് ഈ കഥ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് പവിത്രൻ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവനായെന്ന് ഞാൻ പറയാം. ഇപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ, അരവിന്ദനും എനിക്ക് എൻ്റെ യാത്രയിൽ ഒരിടത്തുനിന്ന് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു മനുഷ്യനാണ് അരവിന്ദൻ. അരവിന്ദൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇമോഷൻസും എനിക്ക് കിട്ടിയത് രാത്രി ഒരു 10:30 മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ, ആ 11 മണിക്കും അയാൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് മുടി ചെയ്യി നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കട്ടൻ ചായ ഉണ്ട്. ഈ കട്ടൻ ചായയുടെ കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രേസ് ബിസ്ക്കറ്റ്, ചെറിയ ക്രീമിൻ്റെ ക്രേസ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കട്ടൻ ചായ കുടിച്ചിരിക്കുന്ന മനുഷ്യൻ അയാൾക്കൊരു ഒരു കോൾ വന്നു. ആ കോൾ എടുത്തിട്ട് അയാൾ പറയുന്നത് ഇതാണ്: അമ്മേ, ഞാൻ ചോറുണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അമ്മയെ തിരിച്ചു വിളിക്കാം. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ കട്ടൻ ചായ ക്രേസ് ബിസ്ക്കറ്റും കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും ആ സമയത്ത് അയാൾ എന്നെ നോക്കി. അപ്പോൾ അമ്മ വീണ്ടും ആ സംസാരം തുടരാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും പറയുന്നു: അമ്മേ, ഞാൻ വിളിക്കാം, ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊണ് കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി ഇത്രയും പ്രതീക്ഷയുള്ള, ഇത്രയും സന്തോഷമുള്ള, സ്നേഹമുള്ള, നിറമുള്ള ഒരു ചിരി പിന്നീട് ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും ആ സമയത്ത് ആ രാത്രിയിൽ അയാൾ ഊണ് കഴിച്ച് സുഖമായി ഇരിക്കുകയാണെന്ന് അമ്മയെ ബോധിപ്പിക്കാൻ ആ മനുഷ്യൻ പാടുപെടുന്നത് അയാളുടെ ആ ഒരൊറ്റ ഫോൺ കോളിൽ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാം: ഞാൻ ചോറൊക്കെ ഉള്ളു, സുഖമായിട്ടിരിക്കാൻ നമ്മ വിചാരിച്ചോട്ടെ, വെറുതെ എന്തിനാ അമ്മയെ കൂടെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ ഏകദേശം 12 വർഷം അയാൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ അയാൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു: മോനെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടുമോ? കിടക്കാനാണ് പ്രയാസം, ബാക്കി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ, അയാളുടെ ആ ഒരു ചിരിയും അയാളുടെ ആ നിസ്സഹായതയും എന്നെ വിട്ടുപോയില്ല. അന്ന് ആ രാത്രി ഞാൻ ഉണർന്നെഴുന്നേക്കുന്നത് പവിത്രൻ്റെ കഥയുമായിട്ടാണ്. ആ ഒരു എനർജി പിന്നീട് ഈ 5 വർഷം യാത്രയിൽ ഒരിക്കൽ പോലും എന്നെ മുഷിപ്പിക്കാത്ത ഒരു കഥാപാത്രമായിട്ട് അതെന്നെ തുടരെ ഓടിയതുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ പവിത്രൻ്റെ ഷൂട്ട് കഴിഞ്ഞ്, ചിത്രീകരണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ മനസ്സിലുള്ള പല കഥകളിലേക്കും എനിക്ക് കടക്കാൻ കഴിഞ്ഞത്. അത്രയും എനർജി എനിക്ക് തന്ന കഥാപാത്രമാണ് പവിത്രൻ. പവിത്രൻ ഒരു നമ്മുടെ ഇടയിലുള്ള സാധാരണ മനുഷ്യനാണ്.